നമസ്കാരം. ഇലക്ഷൻ തൊട്ടടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 2 പ്രാവശ്യം തുടർച്ചയായി LDF സർക്കാരിന് നമ്മുടെ സംസ്ഥാനം ഭരിക്കാൻ കഴിഞ്ഞു. ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് 2ാം പ്രാവശ്യം 2021 വീണ്ടും സഖാവ് പിണറായി വിജയൻ സർക്കാരിന് അധികാരത്തിലേറിയത്. കാരണം ആ 5 വർഷത്തെ ഭരണ മികവ് അതുതന്നെയാണ് 2ാം പ്രാവശ്യം 2021 അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞു. 2026 നിയമസഭ ഇലക്ഷൻ നടക്കുമ്പോൾ കഴിഞ്ഞതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വീണ്ടും LDF സർക്കാരിന് അധികാരത്തിൽ ഏറ്റേണ്ടതുണ്ട്. ഇതൊരു സാധാരണക്കാരുടെ ആവശ്യമാണ്. ഇപ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇതൊരു സെമി ഫൈനലാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇത് ഒരു ദിവസം തന്നെ ഉണ്ടായതൊന്നല്ല. വികസനം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഒരു പ്രോസസ്സിംഗ് അല്ല, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ദിവസം കൊണ്ടുണ്ടാവുന്നത് ഒരു ദിവസം നിന്നു പോകുന്നതുമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിന് ഇച്ഛാശക്തിയുള്ള ആർജവമുള്ള സർക്കാരുകൾ ആവശ്യമാണ്. മുൻപത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 5 വർഷം ഭരിക്കും, അത് കഴിയുമ്പോൾ UDF അധികാരത്തിൽ വരും, അപ്പോൾ ചെയ്തു വെച്ചതെല്ലാം വെള്ളത്തിലാവുന്നൊരവസ്ഥയാണ്. എന്താണെങ്കിലും തുടർച്ചയായി 10 വർഷം അധികാരത്തിൽ തുടരാൻ കഴിഞ്ഞത് അതിൻ്റെ ഗുണം നമ്മുടെ അടുത്ത സാധാരണക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നേടിയിട്ടുള്ള ഈ വികസനവും പുരോഗതിയും ഒക്കെ നിലനിൽക്കണമോ എന്നുള്ളതാണ് ചോദ്യം. അതല്ലെങ്കിൽ പഴയ അവസ്ഥയിലേക്ക് പോവും. നമ്മുടെ റോഡുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ന് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എന്ന് പറയുന്നത് പഞ്ചായത്ത് മേഖലയിലൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ട് കാണുന്നൊരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാന പാതകളെല്ലാം തന്നെ വളരെ മികച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകളാണ് അല്ല. ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്. പ്രധാനമായിട്ടും ഗതാഗതമാണ്. ഗതാഗതം നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമാണ് നാടിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. വിഴിഞ്ഞം പദ്ധതി പോലുള്ള വൻകിട പദ്ധതികൾ, ദേശീയപാത അല്ലേ, ഈ പറഞ്ഞ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഓഫീസിൽ അടച്ചുപൂട്ടി പോയതാണ് UDF ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ നടപ്പിലൊരുത്ത ആർജവമുള്ള ഗവൺമെൻറ് വേണം. 6000 കോടി 5850 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനം കൊടുത്തത്, ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ട്. മറ്റൊരു സംസ്ഥാനം കൊടുത്തിട്ടില്ല അങ്ങനെ. പിന്നെ ഒരു സമൂഹത്തിന് എന്താണ് വേണ്ടത്? അവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, ആരോഗ്യമുണ്ടാവണം അവർക്ക്. ഒരു സമൂഹത്തിൻ്റെ മുന്നേറ്റം എന്ന് പറയുന്നത് അതല്ലേ, പ്രധാനമായിട്ടും വിദ്യാഭ്യാസമാണ് അത്. അപ്പം ഈ ചെയ്ത കാര്യങ്ങളെല്ലാം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. പാഠപുസ്തകം കിട്ടാത്ത അവസ്ഥ, യൂണിഫോം ഇല്ലാത്ത അവസ്ഥ, ഓണപരീക്ഷ വന്നിട്ട് പാഠപുസ്തകം ഇല്ല. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത്, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് പറയുന്നത് ഓണം നേരത്തെ എത്തിയെന്ന്, അതുകൊണ്ടാണ് പ്രശ്നം, പുസ്തകം അച്ചടിക്കാൻ വയ്യല്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ പാഠപുസ്തകം കിട്ടുകയല്ലേ. മികച്ച യാത്രാ സംവിധാനങ്ങളില്ലേ എല്ലാ സ്കൂളുകൾക്കും. ഈ വികസനം എന്ന് പറയുന്നത് ഒരു അമൂർത്തമായൊരു സംഗതിയാണോ? അല്ല, തൊട്ടറിയാൻ കഴിയുന്ന കാര്യമല്ലേ. നമ്മുടെ പഞ്ചായത്തിലുള്ള സ്കൂളിൽ പോയി നോക്കിയാൽ പോരെ സർക്കാർ സ്കൂളിൽ വന്നിട്ടുള്ള മാറ്റം. യൂണിഫോം ഇല്ല, അതിന് തുന്നാനുള്ള പണം കൊടുക്കുന്നില്ലേ. ഈ ഒരു മാറ്റം നമ്മൾ തിരിച്ചറിയണ്ടേ. ഇതൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭരണമാണ്. വീണ്ടും UDF അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഈ പാഠപുസ്തകം ഉണ്ടാവില്ല, സ്കൂളുകളുടെ അവസ്ഥ എന്താവും? അടച്ചുപൂടുന്ന അവസ്ഥയാണ്. 5.5 ലക്ഷം കുട്ടികളാണ് UDF ഭരണകാലത്ത് സ്കൂളുകളിൽ നിന്ന് പോയത്, സർക്കാർ സ്കൂളുകൾ വിട്ടുപോയി. വീണ്ടും 10 ലക്ഷം കുട്ടികളാണ് വീണ്ടും സർക്കാർ സ്കൂളിലേക്ക് കടന്നു വന്നത്. എന്തുകൊണ്ടാണ്? നമ്മളതൊന്നും മറന്നു പോകരുത്. ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമാണ്. പണ്ട് സർക്കാർ സ്കൂളിൽ പഠനം മോശമായിരുന്നു. പഠിപ്പിച്ചെങ്കിൽ പഠിപ്പിച്ചു, തോന്നിയാൽ പഠിപ്പിച്ചു, തോന്നിയെങ്കിൽ പഠിച്ചു, ഈ ഒരു അവസ്ഥയായിരുന്നു. ഇന്നത് മാറിയില്ലേ. 98% നമ്മുടെ ഈ SLC വിജയ ശതമാനം. മറ്റേത് സംസ്ഥാനത്താണുള്ളത്? നിസാംപൂരിൽ എന്ന് പറയുന്ന ഒരു ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ ആദ്യമായിട്ടൊരാൾ ഈ കഴിഞ്ഞ പ്രാവശ്യമാണ് SLC ജയിച്ചത്. ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം
ഒരാളെ ഈ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. നമ്മൾ തിരിച്ചറിയണ്ടേ? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുത്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ സ്വകാര്യ മേഖലയിലെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടി ആർക്കാണ് അതിൻ്റെ ഗുണം? സർക്കാർ ആശുപത്രികൾ മോശമായി പ്രവർത്തിച്ചാൽ അതിൻ്റെ ഗുണം ആർക്കാണ്? അല്ലേ? മികച്ച ആരോഗ്യ പരിപാലന മേഖലയിൽ, സർക്കാർ മേഖലയിൽ മികച്ച ചികിത്സാ സംവിധാനങ്ങളാണ്. അപ്പോൾ അതില്ലാതാക്കണം. സ്വകാര്യ മേഖലയെ സംരക്ഷിക്കണം, സ്വകാര്യ മേഖലയ്ക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണ്ടേ? ആരോഗ്യ സംവിധാനം, ആശാവർക്കർമാർ മുതൽ അങ്ങോട്ടാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മികച്ച രീതിയിൽ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? അവർക്ക് മികച്ച ഓണറേറിയം കൊടുക്കുന്നത് 9,600 രൂപ വേറെ ഏത് സംസ്ഥാനത്താണുള്ളത്? അപ്പോൾ ആരോഗ്യമുള്ള ഒരു തലമുറയെ, വിദ്യാഭ്യാസമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുകയാണ്. എങ്കിൽ മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഈ പ്രവർത്തനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. 3.5 ലക്ഷം ആളുകൾക്കാണ് PSC നിയമനം കൊടുത്തത്. മറ്റേ സംസ്ഥാനത്താണുള്ളത്? ഇന്ത്യയിൽ എവിടെയാണുള്ളത്? ഒരു സംസ്ഥാനത്തുമില്ല. 20 കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ പോലും കേവലം 20,000-25,000 ആളുകൾക്ക് മാത്രമാണ് ഈ നിയമനം കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, ഇനി പെൻഷൻ്റെ കാര്യം 600 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത ആളുകളാണ്. 18 മാസം കുടിശ്ശി വെച്ച ആളുകളാണ് ഉമ്മൻചാണ്ടി. 28 മാസം കുടിശ്ശി വെച്ച ആളാണ് നമ്മുടെ ആൻ്റണി. അത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ 2,000 രൂപയാണ്. 35 വയസ്സിന് മേലെയുള്ള 60 വയസ്സിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ ധനസഹായം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഈ 2,000 രൂപ പെൻഷൻ, ഒരു 30 ലക്ഷത്തിലധികം കുടുംബങ്ങളിലേക്ക് 1000 രൂപ, അപ്പോൾ 1 കോടിയായി. ഇത് UDF സർക്കാരിന് കൊടുക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? അഴിമതിയും സ്വജനപക്ഷപാതവും തൊഴുത്തിൽ കുത്തും ഇതുമായി മുന്നോട്ട് വന്ന് അവർക്ക് കൊടുക്കാൻ കഴിയും തോന്നുന്നുണ്ടോ? അപ്പോൾ ഈ സർക്കാർ നിലനിൽക്കേണ്ട ആരുടെ ആവശ്യമാണ്? നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ആവശ്യമാണ്. സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുക, അതാണ് LDFൻ്റെ, ഏത് LDF സർക്കാരിൻ്റെയും. 1957 മുതൽ ഇങ്ങോട്ട് തുടർന്നു വന്നിട്ടുള്ള ഏത് LDF സർക്കാർ നിങ്ങളെടുത്ത് പരിശോധിച്ചോളൂ. ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ, ജനകീയാസൂത്രണമാവട്ടെ, ഭൂപരിഷ്കരണ നിയമമാവട്ടെ, കുടുംബശ്രീ ആവട്ടെ, അക്ഷയ കേന്ദ്രങ്ങളായിട്ടുള്ള സംവിധാനങ്ങളാവട്ടെ, സാക്ഷരതാ യജ്ഞമാവട്ടെ, ഇതെല്ലാം കൊണ്ടുവന്നത്, അതിനെല്ലാം പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതാരാണ്? ഈ ക്ഷേമ പെൻഷൻ ഇതെല്ലാം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നത്. ഇങ്ങനെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തിലൂന്നിയാണ് എല്ലാ ഇടതുപക്ഷ സർക്കാരുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാനുസൃതമായ ചില മാറ്റങ്ങളുണ്ടായാലും അടിസ്ഥാനപരമായ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. നാട്ടിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു വർഗീയ കലാപം പോലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. ഒരു ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിട്ടില്ല. ഈ ഒരു 10 വർഷ കാലം എടുത്ത് പരിശോധിച്ചോളൂ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ എന്താണ് അവസ്ഥ? തെലങ്കാനയിൽ എന്താണ് അവസ്ഥ? ന്യൂനപക്ഷങ്ങളുടെ സ്കൂളുകൾ ആക്രമിക്കുന്നു, പാതിരിമാരെ മർദ്ദിക്കുന്നു. കർണാടകയിലാണെങ്കിലോ ബീഫ് കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു ലോറി തന്നെ കത്തിക്കുകയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇനി BJP ഭരിക്കുന്നിടത്താണ് പിന്നെ പറയേ വേണ്ട. ഒരു നിലക്കും ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിയമവും നിയമപാലകരും ജുഡീഷ്യറി അടക്കം എല്ലാം അവർക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയാണ് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കുമൊക്കെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നത്? എവിടെയാണ്? അല്ല, കോൺഗ്രസിൻ്റെ ഒരു ഭൂതകാലം നമുക്കറിയാം. തങ്കമണി, ഇടുക്കി ജില്ലയിലെ തങ്കമണി കേസ് നമുക്കറിയാം. 1, 2 മാറാട് കലാപങ്ങൾ നമുക്കറിയാം. തലശ്ശേരി കലാപം അറിയാം. പൂന്തുറ വെടിവെപ്പ് അറിയാം. ഇതൊക്കെ ആരുടെ കാലത്താണ്? ഇതെല്ലാം കോൺഗ്രസിൻ്റെ കാലത്താണ്. മുത്തങ്ങയിൽ പാവപ്പെട്ട ആദിവാസികളെ വെടിവെച്ച് കൊന്നു, അല്ലേ? അക്രമികൾക്കെതിരെ പ്രയോഗിക്കേണ്ട ആയുധം പോലീസ് ഈ പറയുന്ന നിരപരാധികൾക്കെതിരെ പ്രയോഗിക്കുകയാണ്. എന്നിട്ട് ഒടുവിൽ ആൻ്റണി പറയുന്നൊരു ഡയലോഗുണ്ട്,
കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങൾ വിദേശത്ത് നിന്ന് പണം അയക്കുന്നു, അവർ സമ്പന്നരാകുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ പിടിച്ചിരുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് പ്രവാസികളുടെ പണമാണ്. എന്നിട്ട് ഒടുവിൽ അദ്ദേഹം സ്വന്തം മകനെ തന്നെ സംഭാവനയാണ് BJPക്ക്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ വർഗീയവാദിയാണ്. അപ്പോൾ ഇവരുടെ ഈ കപടമുഖം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഏത് സമയം BJPയിലേക്ക് പോകാൻ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, മുൻ കോൺഗ്രസ് പ്രസിഡന്റ് കെ സുധാകരൻ, സ്വന്തം മകളെ തന്നെ കൊടുത്ത കെ കരുണാകരൻ. അപ്പോൾ ഇവരുടെ ഇരട്ട മുഖം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പുറമെ ചിരിക്കുകയും ഉള്ളിൽ വർഗീയത കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളാണ് കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്. അതിൻ്റെ ചരിത്രത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത അത്രയും വിഷയങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഇപ്പോൾ നിലനിൽക്കുന്ന സമാധാനം, സന്തോഷമൊക്കെ വീണ്ടും തുടർന്നു കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, നിനക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? എനിക്ക് വ്യക്തിപരമായിട്ടൊരു ഗുണമില്ല ഇതിൽ. പക്ഷെ നമ്മുടെ നാട് നിലനിൽക്കണം, സമാധാനം നിലനിൽക്കണം. അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഈ പുരോഗതി തുടരണം. അത് ഈ സമൂഹത്തിനുള്ള ഗുണമാണ്, ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നൊരു ഗുണമാണ്. അപ്പോൾ അതിൽ നമ്മളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കണ്ണു തുറന്ന് കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. യാതൊരു ഒരു കക്ഷി രാഷ്ട്രീയത്തിനല്ല അതീതമായിട്ട് നമ്മൾ നിഷ്പക്ഷമായി മനസ്സ് തുറന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു 10 വർഷ കാലങ്ങളും അതിന് മുമ്പത്തെ അവസ്ഥകളും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുകയും ത്രിതല പഞ്ചായത്തിൽ എല്ലാ 3 സ്ഥാനാർത്ഥികൾക്കും, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ബ്ലോക്കിലും പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലുമുള്ള സ്ഥാനാർത്ഥികൾ